നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വീഗാലാൻഡിന്റെ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാനായിട്ട് തോന്നും. നിങ്ങൾ പോവുകയും ചെയ്യും. അതിനുള്ള കാരണം ഈ കാണുന്ന വീട്ടിൽ നിന്ന് വെറും 900 മീറ്റർ മാത്രമാണ് അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് മാത്രമല്ല, ഈ വീട് സ്വന്തമാക്കാൻ വേറെ നിരവധി കാരണങ്ങളുണ്ട്. നമുക്ക് എലിവേഷൻ ആദ്യം കണ്ടിട്ട് വരാം. എലിവേഷൻ നിങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞതുപോലെ വീഗാലാൻഡ് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് നമുക്ക് ഈ വീടിന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വെറും 900 മീറ്റർ മാത്രമാണ്, 1 കിലോമീറ്റർ താഴെ മാത്രമാണ് നമുക്ക് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ് ഈ കാണുന്ന വീട് വരുന്നത്. വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിന് വളരെ അടുത്താണ്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വെറും 900 മീറ്ററും അതുപോലെ പള്ളിക്കര ജംഗ്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ 750 മീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈസിയാണ്. വെറും 5.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് ഭാഗത്തെ ഡിസ്റ്റൻസ് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ കളക്ടറേറ്റ് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അവിടേക്ക് 7.6 കിലോമീറ്റർ. തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്റർ. ഇനിയിപ്പോ ആലുവയുടെ ദൂരം അറിയണമെങ്കിൽ 14 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് വെറും 22 കിലോമീറ്റർ. അത്യാവശ്യം നല്ല ലാൻഡ് അളവ് വരുന്നുണ്ട്. 5 സെന്റില് 2048 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. ഗേറ്റ് നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ മുറ്റത്തേക്കാണ്. കാർ പോർച്ചിൽ നിങ്ങൾക്ക് ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. കവേർഡ് ആയിട്ടുള്ള പോർച്ചാണ് അവിടെ വരുന്നത്. ബാക്കി ഒരു വലിയ ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ എക്സ്ട്രാ 2 കാറുകൾക്കും കൂടെ പാർക്ക് ചെയ്യാം. ടോട്ടൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. എലിവേഷൻ വളരെ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ആണ്. ബ്രിക്ക് മോഡൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ചെറിയ ഡിസൈനുകളൊക്കെ വോളിൽ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് നല്ല നീണ്ടു പരന്നൊരു മോഡലിലാണ് വീട് വന്നിരിക്കുന്നത്. നമ്മൾ നേരെ എൻ്റർ ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാർ പോർച്ച് ഉണ്ട്. അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ. പില്ലറൊക്കെ നോക്കുവാണെങ്കിൽ കോപ്പർ കളറുള്ള ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല രീതിയിൽ സ്പേസ് എടുത്തിട്ട് വൈഡ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. ഈ കാണുന്ന സെപ്പറേറ്റഡ് ഏരിയയിൽ വലിയൊരു കിണർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടത്തെയൊക്കെ വെള്ളം നിങ്ങൾക്കറിയാം, നമുക്ക് റെഡ് സോയിൽ ആയതുകൊണ്ട് തന്നെ നല്ല വാട്ടർ ആണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വീടിന്റെ ബാക്ക് സൈഡ് ആണ്. ചെടിച്ചട്ടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്നത് കിച്ചന്റെ ഡോർ ആണ്. അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ കവർ ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയക്കുള്ള വലിയൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എത്ര വലിയ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ എല്ലാം തന്നെ എല്ലാ സൈഡുകളും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർ പാർക്ക് ചെയ്യാവുന്ന ആ ഒരു സ്പേസിലാണ്. വളരെ വലിയൊരു മുറ്റം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാർ പാർക്ക് ചെയ്യാനല്ല, നമുക്ക് ഇനിയിപ്പോ ചെടിച്ചട്ടികളൊക്കെ വെക്കാനാണെങ്കിൽ പോലും നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഈ വീട്ടിൽ വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലും ഗ്രാനൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഏകദേശം 5ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന ലെങ്ത്തും വിട്ടുമുള്ള വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം, ചെറിയ LED ലൈറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് മരങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ട് സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്ത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്രൗൺ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. നമ്മൾ കയറുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കിക്കോളൂ, എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വളരെ ഭംഗിയായിട്ട് ഒരു ഡയമണ്ട് ഡിസൈനിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സും മുകളിലുള്ള വർക്കുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ആരാധനാമൂർത്തി ആരാണ് അവരുടെ ഒരു ഫോട്ടോസ് ഒക്കെ വെക്കാനും വിളക്കുകളൊക്കെ കൊളുത്താനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ കയറി വരുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്.
ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഭംഗിയായ ഡിസൈനിലാണ് ടൈലുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കിയാൽ കാണാം, താഴെ പെർഗോള മോഡൽ ഓപ്പണിംഗ് വരുന്നുണ്ട്. അതിന് നേരെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് അത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൽ ഇരുന്നാലും അതുപോലെ ലിവിംഗ് സ്പേസിൽ ഇരുന്നാലും വിസിബിൾ ആയ രീതിയിൽ ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ DB മീറ്റർ ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കിയാൽ നല്ല സ്പേസ് ഉണ്ട്. ഇൻവെർട്ടർ ഒക്കെ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. വി ഗാർഡിലും ലെഗ്രൻഡിലും ഒക്കെ ആയിട്ടാണ് ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഹൈലൈറ്റ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് ഏകദേശം ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ 3 വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. വലിയ ഡൈനിങ് സ്പേസ് ഉള്ള വീടുകൾ നമുക്ക് ഇക്കാലത്ത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ്, ആവശ്യത്തിന് മാത്രമായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറേഡയാണ് വാഷ് സ്പേസിൽ. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ബ്ലൂ ഷെയ്ഡുള്ള ടൈലും മിററും ലൈറ്റും വരുന്നുണ്ട്. മുകളിലും താഴെയും നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളാണ്. ഒരുപാട് സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ 4 ബെഡ്റൂമിന്റെ വീടാണ്. ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്. ഇതൊരു 4 BHK വീടാണ്. നമുക്ക് താഴത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ഡോറിങ്ങിന് ഒരു പ്ലെയിൻ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഡാർക്ക് ഗ്രേ ബ്ലൂ കൂടെ മിക്സ് ആയ ഒരു ഷെയ്ഡിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടൈലുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇവിടുത്തെ കിച്ചൺ വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രിഡ്ജ് ഒക്കെ വെക്കാൻ നല്ല സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നല്ല ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. 5-6 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാം. ഫ്ലോർ ടൈലുകളൊക്കെ ഒരു വുഡൻ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിൽ വരുന്ന ടൈൽ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല 3D എഫക്റ്റോട് കൂടിയിട്ട് ഭംഗിയുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് 2 സെറ്റ് ആയിട്ടാണ് 2 ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ നല്ല ഗോൾഡൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കിയാലും സിമ്പിൾ ആയ ഡിസൈനും വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. പുറത്തേക്കുള്ളൊരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള സ്പേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി എത്തുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലൊരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് ഹാൻഡ് റൈൽസ് ആണെങ്കിലും അതിന് താഴെ വരുന്ന ഏരിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡോൾസോ അല്ലെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ 3 വിൻഡോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വിൻഡോസിന് തൊട്ടടുത്തായിട്ട് മുകളിലെ റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സൺലൈറ്റ് വീടിനകത്തേക്ക് വരുന്നത് കാണാം. കാരണം അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ ഭാഗത്ത് എയർ ഹോൾസ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ധാരാളം വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് 2 സൈഡിലായിട്ടും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിന്റെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. വർക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും മാത്രമാണ് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് കണ്ടു. നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇവിടെ ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിലത്തെ ബെഡ്റൂമുകളാണ് നമുക്കിനി കാണേണ്ടത്. ടോട്ടലി 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. വളരെ ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂം ബാത്റൂം നോക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി ഉണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡും ബ്ലൂ കോമ്പിനേഷനിലും ഒക്കെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫ് പ്ലെയിൻ ആണ്. എയർ ഹോൾ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ്. 4 ബാത്റൂമുകളിൽ നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെയാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ടെറസ് പ്ലെയിൻ ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ചെറിയൊരു ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും വെറും 750 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് തൊട്ടടുത്താണ്. വെറും 900 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ, എറണാകുളം, കളമശ്ശേരി, കാക്കനാട് ഭാഗങ്ങളിലേക്കൊക്കെ ഈസി ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ലാൻഡ് നോക്കുവാണെങ്കിൽ 5 സെന്റ് ആണ്. 2048 ആണ് സ്ക്വയർ ഫീറ്റ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും 3 കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും കിണർ വെള്ളവും കിട്ടുന്നുണ്ട്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2048 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 88 lakhs ആണ്. 88 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിൽ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും അത് മാർബിൾ ഹോംസ് തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. HDFC ബാങ്ക് പോലുള്ള ബാങ്കുകൾ ത്രൂ ഒക്കെയാണ് നിങ്ങൾ ലോൺ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീൽ ഈ ഒരു മന്ത് നല്ല രീതിയിൽ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് ലോൺ ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് വീട് വേണ്ട, നമ്മളുടെ കയ്യിൽ നിന്ന് വേറെ ഏതെങ്കിലും ചാനൽ ത്രൂ ആണ് വീട് എടുക്കുന്നത്, പക്ഷെ ലോൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ടും വിളിച്ചോളൂ. ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഫോൺ എടുക്കൂ, വിളിക്കൂ, വീടുകൾ സ്വന്തമാക്കൂ. അടുത്ത നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസ് വീടേക്ക് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.